ഇന്നദ്ദീന സമസ്ത എന്നാണ്. ഇന്നദ്ദീന ഇന്ദല്ലാഹി സമസ്ത, അതാണ് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ, അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനാകുന്ന ഈ സമസ്ത, ആ സമസ്ത മഹാരഥന്മാർ കാണിച്ചു തന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. മുക്കം ഉമർ ഫൈസി എന്നറിയപ്പെടുന്ന ഒരു പുരോഹിതന്റെ ഒരു അവകാശവാദം കേട്ടു. അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം അത് സമസ്ത മതമാണത്രേ. അദ്ദേഹത്തിന് ഈ ഒരു അവകാശവാദം ഉന്നയിക്കാൻ എന്താണ് തെളിവ്? അതിന് അദ്ദേഹം ആയത്ത് മോദി. എന്താണ് ആയത്ത്? ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്ന്. നമുക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു സംസാരം ഒന്ന് കേൾക്കാം. ദ്വാരക്കാറുണ്ട്, നിർബന്ധമായി ദ്വാരക്കേണ്ടതാണ്. ദിവസം 17 വട്ടം നിർബന്ധമല്ലാത്ത ഒരുപാടുണ്ട്. ആ ദ്വാരക്കുന്ന കൂട്ടർ എന്താ പറയുന്നത്? ഇവരുടെ വഴിയിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാണ്. നമ്മൾ പ്രാർത്ഥന ഇതാ, നമ്മൾ സ്വർഗത്ത് കടത്തണം എന്നല്ല. നമ്മുടെ മുഖ്യ പ്രാർത്ഥന സ്വർഗത്ത് കടത്തണം എന്നല്ല. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം. കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കുത്ബി ഉസ്താദിന്റെയും ചായലകത്ത് കുഞ്ഞാഹമ്മദ് മുസ്ലിയാരുടെയും അങ്ങനെ ഇവിടെ നേതൃത്വം കൊടുത്ത ഈ മഹാന്മാരുടെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കണം എന്നാണ് നമ്മൾ ദ്വാരക്കുന്ന അർത്ഥറിയോ? നമ്മൾ അറിയണം. അവരെ വഴിയിൽ ചേർക്കണം എന്നാ. എന്താ അവരെ വഴി? അവരെ വഴി നമുക്ക് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ന് സമസ്തയാണ്. അവർ കെട്ടിപ്പടുത്ത വഴി നമുക്ക് മുമ്പിൽ ഒരു വഴി ഉണ്ടാക്കി വച്ചിട്ടുണ്ട്. വെറുതെ പോയതല്ല അവര്. അമ്പിയാക്കന്മാരുടെ വഴി എന്ന് പറയുന്നത് ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നാണെങ്കിൽ അതിന് നമ്മുടെ മുമ്പിൽ അതിന് പരിഭാഷ ഇന്നദ്ദീന സമസ്ത എന്നാണ്. ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, അതാണ് നമ്മൾ മലയാളികൾക്ക് മനസ്സിലാവുന്ന ഭാഷ, അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ ദീനാകുന്ന ഈ സമസ്ത, ആ സമസ്ത മഹാരഥന്മാർ കാണിച്ചു തന്നത് നബിയിൽ നിന്ന് വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഅഹും ബിഹിസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് പറഞ്ഞ ആ ആയത്തിൽ പറഞ്ഞ സംഗതിയാ. അള്ളാഹുവും അവന്റെ റസൂലും അവന്റെ സഹാബത്തും അവനെ പിൻപറ്റിയ മുൻകടന്നു പോയ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബാക്കൾ നബിയുടെ ജീവിതം അപ്പടി പകർത്തിയവരാണ്. അതിനുശേഷം വന്നവർ അത് പകർത്തി വല്ലദീന തബഅഹും ബിഹിസാൻ. അങ്ങനെ തലമുറകളിൽ കൂടെ പകർന്നു വന്ന ആ വഴിയാണ് സിറാത്ത് മുസ്തഖീം. എന്താ തിരിയാത്തത് നമുക്ക്? അവിടെ തന്നെ പറഞ്ഞു ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. പേച്ച വഴികളൊക്കെ അപ്പുറത്തുപ്പുറത്തൊക്കെ ഉണ്ട്. അതല്ലാതെ ആ ശുദ്ധമായ മാർഗത്തിൽ കൂടെ നിൽക്കണം. അവരെ അല്ലാഹു തആല പൊരുത്തപ്പെട്ടിരിക്കുന്നു, തൃപ്തിപ്പെട്ടിരിക്കുന്നു. റളിയല്ലാഹു അൻഹു സർട്ടിഫിക്കറ്റാ. അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. വറളു അവർക്കും അള്ളാഹുവിനോട് തൃപ്തിയാണ്, അള്ളാഹ്ക്ക് ഇവരോടും തൃപ്തിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അപ്പുറമൊന്നുമില്ലല്ലോ. അങ്ങനെ ഒരു വഴി നമ്മുടെ മുമ്പിലുണ്ട്. ആ വഴിയാണ് സമസ്ത. ആ വഴിയാണ് സിറാത്തുൽ മുസ്തഖീം. ആ സിറാത്തുൽ മുസ്തഖീം എന്ന് പറയുന്ന ആ വഴിയിലാണ് സമസ്ത മതം ഉള്ളത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതമാണ് സമസ്ത മതം എന്നാണ് മുക്കം ഫൈസി ഒന്ന് മുക്കി നോക്കി പറഞ്ഞു വെച്ചത്. അങ്ങനെ അങ്ങ് പറഞ്ഞു വെച്ച് പോയി കഴിഞ്ഞാൽ അഹ്ലുസുന്നയുടെ മക്കൾ വിടുമോ മുക്കം ഫൈസി? നിങ്ങളത് ഓർക്കേണ്ടതില്ലേ? എന്നാലും നിങ്ങളെ ചിലതൊക്കെ ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? നിങ്ങൾ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞങ്ങ് പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാ ശരിയാകുക? ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്നൊക്കെ പറഞ്ഞ് സമസ്ത മതത്തെ അങ്ങോട്ടേക്ക് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാകുക? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ദീനിലാണോ സമസ്ത മതമുള്ളത്? സമസ്ത രൂപീകരിച്ചത് എന്തിനാണ്? ഒരു മുസ്ലിയാർ പറഞ്ഞു തരും. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രധാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങൾ. സഹോദരങ്ങളെ, കേട്ടില്ലേ? മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത മതം എന്ന് പറയുന്ന ഈ മതം രൂപീകരിച്ചത് എന്നാണ് ഇവിടെ ഈ പുരോഹിതൻ പറഞ്ഞു വെക്കുന്നത്. ഇവരെങ്ങനെയാ ഇസ്ലാം മതവുമായി ബന്ധം വരിക? ഇതെങ്ങനെയാ അള്ളാഹു സ്വീകരിച്ച മതമാകുക, അള്ളാഹു തൃപ്തിപ്പെട്ട മതമാകുക? ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്ന് കുബൂരി പുരോഹിതൻ എന്തടിസ്ഥാനത്തിലാണ് പറഞ്ഞു വെച്ചത്? ഈ സമസ്താലയം എന്ന് പറയുന്ന ഈ കൂടാരം നിർമ്മിച്ചത് തന്നെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടിയാണ്. മറ്റൊരു കാരണം കൂടിയുണ്ട്. അത് ഈ മുക്കം ഫൈസിയെ കൊണ്ട് തന്നെ ഞാൻ പറയിപ്പിച്ചു തരാം എന്തിനു വേണ്ടിയാണ് എന്ന്. മുക്കം ഉമർ ഫൈസിയെ പോലുള്ളവർക്ക് എന്ത് ദീനാണ്? ഇതൊക്കെ രാഷ്ട്രീയ പാർട്ടിയെ പോലെയാണ് ഇദ്ദേഹം ഒക്കെ കാണുന്നത്.
അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഗൗരവത്തോടെ അവർ കാണില്ല. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ പടുത്തുയർത്താൻ വേണ്ടിയാണ് സമസ്ത മതം രൂപീകരിച്ചത് എന്ന് പറയുമ്പോൾ അത് അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ തൃപ്തിപ്പെട്ട മതമാണെന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോൾ നമുക്ക് പരിശോധിക്കേണ്ടത് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെയാണോ? സഹാബാക്കൾ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗമായിരുന്നോ? ഉത്തമ തലമുറക്കാർ അങ്ങനെയുള്ള വിശ്വാസം വെച്ച് പുലർത്തിയവരായിരുന്നോ? ഇബ്രാഹിം നബിയെ എന്റെ പാപം പുറത്തേരണേ, ഈസാ നബിയെ എനിക്ക് ഹിദായത്ത് നൽകണേ, മൂസാ നബിയെ എന്റെ രോഗം മാറ്റിത്തരണേ എന്നൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സഹാബിയെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ ഒരു വിശ്വാസി പ്രാർത്ഥിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നു. ആ പ്രാർത്ഥനയിൽ എവിടെയെങ്കിലും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന കാണിക്കാൻ ഈ മുക്കം ഫൈസിക്കൊന്ന് മുക്കി നോക്കി കഴിഞ്ഞാൽ കാണുമോ? പാച്ചാന്നാണ് അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പറയുകയാണ്. സമസ്ത മതം അള്ളാഹു സ്വീകരിച്ച മതമാണത്രേ. ഉളുപ്പുണ്ടോ മുസ്ലിയാരെ നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ? ഈ മുസ്ലിയാക്കന്മാരുടെ പ്രവർത്തനത്തിന്റെ ഫലമായി സമൂഹത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കൃത്യമായി ബോധ്യപ്പെടും. ഒരു കിണറിടിഞ്ഞ് വീഴുന്ന സമയത്ത് അവർ വിളിക്കുന്നത് ആരെയാണ്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദീനിൽ ഇങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? നിങ്ങൾ ആലോചിക്കൂ. തങ്ങളെ കണ്ടില്ലേ സഹോദരങ്ങളെ, മെയ്തീശേഖ് തങ്ങളെ, ബദരീങ്ങളെ എന്നൊക്കെ വിളിക്കുകയാണ്. ആര് പഠിപ്പിച്ചത്? ആര് പഠിപ്പിച്ചെന്ന മതമാണിത്? ഈ സമസ്ത മതത്തിലുള്ള ഈ വിശ്വാസം ആര് പഠിപ്പിച്ചതാണ്? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നതെടുക്കെ സമസ്തയെ കൊണ്ടുവന്ന് കയറ്റിയല്ലോ. അള്ളാഹു സ്വീകരിച്ച മതമാണ് സമസ്ത എന്ന് മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീൻ ഇതാണോ? ആണോ മുക്കം ഫൈസി? മറ്റൊരു രംഗം കൂടി നമുക്ക് കാണാം. കണ്ടില്ലേ സഹോദരങ്ങളെ, ആന ഇങ്ങോട്ടേക്ക് അടുക്കുന്ന സമയത്ത് ബദരീങ്ങളെ എന്ന് വിളിക്കുകയാണ്. മനസ്സിലായല്ലോ? ഈ ഒരു സമൂഹത്തെ ഈ ഒരു രീതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ കള്ളക്കഥകളാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതവർഗം പറഞ്ഞു വെച്ചിട്ടുള്ളത്. UK മജീദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കുബൂരി പുരോഹിതൻ പറയുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി പറയുന്നത്. ഇതൊന്നും കറാമത്തല്ലേ, പിന്നെ ഏതാ കറാമത്ത്? എവിടുന്ന് വിളിച്ചാലും, എപ്പം വിളിച്ചാലും, ആര് വിളിച്ചാലും അവർക്ക് മറുപടി പറയാൻ, അവരുടെ ആവശ്യം നിറവേറ്റി കൊടുക്കാനുള്ള പവറാണ് ഷെയ്ഖുന നേടിയെടുത്തത്. വെറുതെ അല്ല. അവിടുത്തെ ചരിത്രം ഒന്ന് പഠിക്കണം. ഇങ്ങനെ നേരം പുലരുന്നവരെ എന്റെ അനുഭവം പറഞ്ഞാൽ എവിടെ നിന്ന് വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എന്തിനു വിളിച്ചാലും മഹാന്മാർ കേൾക്കും. CM മടവൂർ കേൾക്കും. ഈ സമസ്ത മതം പഠിപ്പിക്കുന്ന ഈ വിശ്വാസം ആര് പഠിപ്പിച്ചതാണ്? മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതാണോ? സഹാബാക്കൾ വിശ്വസിച്ച വിശ്വാസമാണോ? ഉത്തമ തലമുറക്കാർ നമുക്ക് കൈമാറി തന്ന വിശ്വാസമാണോ? ആര് പഠിപ്പിച്ചെന്നതാണ്? സമസ്ത മതത്തിലുള്ള ഈ വിശ്വാസം ആര് പഠിപ്പിച്ചെന്നതാണ്? ഇതെങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാകുക? ഇനി അടുത്ത രംഗം കാണാം. ഭീമ ബീവിയും മകൻ മാഹീൻ അബൂബക്കർ വലിയും കല്ലടി മസ്താൻ ബാവയും വളരെ പ്രസിദ്ധരാണ്. ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് പുറത്തുനിന്നും ഒരുപാട് മനുഷ്യർ അണയുന്നൊരിടം. അങ്ങ് അറേബ്യയിൽ നിന്ന് അണഞ്ഞതും വൈദ്യശാസ്ത്രവും ശുശ്രൂഷയും. കണ്ടില്ലേ സഹോദരങ്ങളെ, ജാറ വ്യവസായ കേന്ദ്രം ഭീമാപ്പള്ളിയാണ്. അതുപോലെ എത്രയുണ്ട് കേരളക്കരയിൽ. ഇതെങ്ങനെയാണ് ഇസ്ലാം ദീനിൽ പെടുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? ജാറവുമായി ബന്ധപ്പെട്ട്, ഖബറുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വിശ്വാസം, ഇങ്ങനെ ഒരു ആചാരം, ഇങ്ങനെ ഒരു അനുഷ്ഠാനം, ഇങ്ങനെ ഒരു ആഘോഷം മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണോ? സഹാബാക്കൾ ആഘോഷിച്ചതാണോ? ഉത്തമന തലമുറക്കാർ കൈമാറി തന്നതാണോ? ഈ സമസ്താലയത്തിലുള്ളതല്ലേ ഇത്? പറയുകയാണ് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാണ് സമസ്ത മതം എന്ന്. ഇനി ഈ സമസ്ത മതം രൂപീകരിച്ചതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതൊന്ന് മുക്കം ഫൈസി തന്നെ ഒന്ന് മുക്കി പറഞ്ഞു തരും. ഇങ്ങനെ 4 കൂട്ടർ കൂടുന്നതിന് ഏറ്റവും കണ്ണിക്കടി ഉണ്ടായത് ഇവിടുത്തെ ബിദഈ പ്രസ്ഥാനക്കാർക്കാണ്. വഹാബികൾ, മൗദൂദികളൊക്കെ ഇതിന് വേണ്ടി കുറേ കുതന്ത്രങ്ങൾ പണിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഈ ഐക്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം വേദനിച്ചവർ അവരാണ്. അതിനൊക്കെ ഒരുപാട് തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നുകൂടെ ഐക്യപ്പെടണം തോന്നാണ്.
അക്കൂട്ടരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് സുന്നി സംഘടനകൾ ഉണ്ടാക്കിയത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതുപോലെ ഈ ഭാഗത്താണെങ്കിൽ ദക്ഷിണ തുടങ്ങിയ സംഘടനകളൊക്കെ ഉണ്ടാക്കിയത് ബിദഈ പ്രസ്ഥാനക്കാരെ ഒതുക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഈ സമസ്ത മതം അത് കുറെ വിഭാഗങ്ങളുണ്ട്. സമസ്ത മതം ഒന്നൊന്നുമല്ല, പന്നിപ്പേരുടെയൊക്കെ കാക്കത്തൊള്ളായിരം ഗ്രൂപ്പുകളുണ്ട്. അതിൽ നമുക്ക് സാധാരണ അറിയാവുന്ന 4 ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ. ആ 4 ഗ്രൂപ്പുകൾ ഉണ്ടായത് തന്നെ എന്തിനു വേണ്ടിയാണ്? ഈ 4 ഗ്രൂപ്പും ഉണ്ടായത് നേരത്തെ ഒരു മുസ്ലിയാർ പറഞ്ഞല്ലോ, മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടിയാണ് എന്ന്. എന്നാൽ ഇവിടെ മുക്കം ഫൈസി പറഞ്ഞത് എന്താണ്? വഹാബികളെ എതിർക്കാൻ വേണ്ടി, മൗദൂദികളെ എതിർക്കാൻ വേണ്ടിയാണ് സമസ്ത മതം രൂപീകരിച്ചത് എന്ന്. അല്ലാതെ ദീൻ പ്രചരിപ്പിക്കാനല്ല. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രബോധനം നടത്താൻ വേണ്ടിയല്ല, ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടിയല്ല. സമസ്ത മതം രൂപീകരിച്ചതൊന്ന് വഹാബികളെ ഇല്ലായ്മ ചെയ്യുവാനും മൗദൂദികളെ ഇല്ലായ്മ ചെയ്യുവാനും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹത്തെ വളർത്തിയെടുക്കുവാൻ വേണ്ടി. മനസ്സിലായല്ലോ? എന്നിട്ട് ഈ പറയുന്ന ഗ്രൂപ്പുകളൊക്കെ ഐക്യത്തോടെ നിൽക്കുന്നതിന് ഭയങ്കര ശത്രുതയാണ് വഹാബികൾക്ക്. വഹാബികളാണ് ഇവർക്കിടയിൽ ഫിത്നകളൊക്കെ ഉണ്ടാക്കിയതാണ്. അത് മുക്കം ഫൈസി ഒന്ന് മുക്കി നോക്കിയത്. മുക്കം ഫൈസി, നിങ്ങളുടെ ആള് ശരിയാണോ? നിങ്ങൾ കുത്തിത്തിരിപ്പിന്റെ ആളല്ലേ? നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പാണ് EK സമസ്തക്കാർക്ക്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്ക്. മനസ്സിലായല്ലോ? മറ്റുള്ള ടീമിനെ വിട്, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്ക് നിങ്ങളെ കുറിച്ച് നല്ല മതിപ്പാണോ മുക്കം ഫൈസി? ഈ മുക്കം ഫൈസിന്റെ ടീമിന്റെ ഒരു കഥ ഞാൻ കാണിച്ചു തരാം. മുക്കം ഫൈസിന്റെ ടീമിന്റെ ഒരു കഥ എന്ന് പറയുന്നത് ബഹുരസമാണ്. എന്താണ് മുക്കം ഫൈസിന്റെ ടീം? അതായത് നമ്മളെ ജിഫ്രി മുത്തുക്കോയ പറയുന്നത് ആദ്യം നമുക്കൊന്ന് കേൾക്കാം. സുബ്ഹാനഹു ഇഷ്ടപ്പെട്ട ഒരു സംഘടന, കേരളത്തിൽ മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മാത്രമേ ഉള്ളൂ. വേറെ ഒരു സംഘടനയില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ട ഒരേ ഒരു സംഘടന, കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശേഷിപ്പിച്ച ആ ഒറ്റൊരു പാർട്ടി മാത്രം വിജയത്തിന്റെ അവകാശികൾ. അത് ആശയത്തിൽ മാത്രം നമ്മളോട് യോജിച്ചാൽ മാത്രം പോരാ, അതിന്റെ പ്രവർത്തന രീതിയിലും യോജിക്കണം. ആശയം സുന്നി ആശയം എന്ന് പറഞ്ഞു നടന്നുകൊണ്ട് കാര്യമില്ല. കേട്ടില്ലേ? ആര് ജിഫ്രി മുത്തുക്കോയ തങ്ങള്. എന്താ മുക്കം ഫൈസി എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ മറ്റേ ടീമൊക്കെ പുറത്താണ്. അവരൊന്നും അള്ളാഹു തൃപ്തിപ്പെട്ടതല്ല. തൃപ്തിപ്പെട്ടതാണ് EK സമസ്തക്കാരെ മാത്രം. മനസ്സിലായല്ലോ? മുജാഹിദുകളെ കുറിച്ചോ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചോ തബ്ലീഗിനെ കുറിച്ചോ ഒന്നല്ല ആര് പറഞ്ഞത്? ജിഫ്രി മുത്തുക്കോയ പറഞ്ഞത്. ആരെക്കുറിച്ച്? നിങ്ങളുടെ പല ഗ്രൂപ്പുകളുണ്ടല്ലോ. നിങ്ങൾ നേരത്തെ സ്റ്റേജിൽ 4 എണ്ണത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ 4 എണ്ണത്തിൽ 3 എണ്ണവും പുറത്താണ്. ഒരേ ആശയമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരേ ആദർശമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരേ വിശ്വാസമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായല്ലോ? അള്ളാഹുവെങ്കിൽ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു ടീം മാത്രമേ ഉള്ളൂ. അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ബാക്കി എല്ലാത്തിന്റെ കാര്യം എന്താണ്? മുക്കം ഫൈസി ഒന്ന് മുക്കി പറയണം. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് അടുത്ത കോമഡി കാണാം. ഇനി ഇവരിങ്ങനെ പറഞ്ഞെങ്കിൽ അവര് വിടുകില്ലല്ലോ. അവര് അവകാശവാദം നമുക്ക് കേൾക്കാം. വടകരോറ് പറഞ്ഞിട്ടുണ്ട് SSFന്റെ കുട്ടികളോട്, മർക്കസിന്റെ സമ്മേളനത്തിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, SSFന്റെ കുട്ടികളെ നിങ്ങൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ വേണ്ടേ? അത് പഠിപ്പിച്ച ശൈഖുന വടകരോറുടെ മജ്ലിസിൽ ആര് പോയാലും അവർക്ക് പോയി സിയാറത്ത് ചെയ്ത് പോരാം. അത് ഔലിയാക്കന്മാരെ മജ്ലിസിൽ അവർ പോയിക്കോട്ടെ. പക്ഷെ ഇത് ഞങ്ങളതാണ്, അത് ഞങ്ങൾ മാത്രമാണ് എന്ന രൂപത്തിലൊക്കെ ചില പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അതാരും തെറ്റിദ്ധരിക്കേണ്ടതില്ല. കേട്ടില്ലേ സഹോദരങ്ങളെ? SSFകാരുടെ അവകാശവാദം അർശിന്റെ തണലുണ്ട് എന്നാ പറഞ്ഞത്. അർശിന്റെ തണലുണ്ട് എന്ന് വടകര ഓറ് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. നിങ്ങളുടെ കാര്യം കട്ടപ്പോകയല്ലേ? അപ്പോ ഉമർ ഫൈസി SKSSFകാരുടെ കഥ എന്താണ്? നിങ്ങൾ 4 എണ്ണം കൂടി ഒറ്റക്കെട്ടാകുമ്പോ വഹാബികൾക്ക് അസൂയാണല്ലേ? നമ്മളാണല്ലേ ഇവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത്. ഇനി തീർന്നോ? അടുത്തത് കണ്ടോ? പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വരുന്ന ആ സംഘടന, അതിൽ നിന്ന് പുറത്തു പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം. പുറത്തു പോയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഏക്കാ പോവുക, ഏതൊക്കെ പോയാലും കുടുങ്ങും. കാരണം അള്ളാഹു നാളെ ചോദിക്കും, ജന്തിയെ അനക്ക് പാരമ്പര്യമായി കിട്ടിയ ആ ദീനിൽ നിന്ന് മുജാഹിദാകാൻ കാരണം
അത് ശരിയാണെന്ന് എനിക്ക് എങ്ങനെ പഠിച്ചു? ഇത് ജമാഅത്തേരെ പഠിച്ചോ, ഇത് തബ്ലീഗിനെ പറ്റി പഠിച്ചോ, ഷിയാത്തിനെ കുറിച്ച് പഠിച്ചോ എന്ന് ചോദിക്കും. അപ്പം ഇല്ല, പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ശരിയാന്ന് അത് തോന്നി? ഇതിൽ നിന്ന് നമ്മൾ എയ്ക്ക് പോയാലും നമ്മൾ കുടുങ്ങി. കാരണം നമ്മൾ എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച് അതിൽ ഏറ്റവും ബെറ്റർ ഇതാണ് എന്ന് നമുക്ക് ബോധ്യമായി എന്ന് അള്ളാഹിന്റെ മുമ്പിൽ തെളിയിക്കേണ്ടി വരും. നമുക്ക് ഏറ്റവും സുന്ദരമായ നമ്മുടെ ഈ പാത, എൻ്റെ പൂർവികരായ ആളുകൾ ഇങ്ങനെയായിരുന്നു, അവർ വിശ്വസിച്ച വിശ്വാസമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും പോകാതെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ബഹുമാനികളെ, ഇപ്പോ മുജാഹിദിലേക്കോ ജമാഅത്തിലേക്കോ തബ്ലീഗിലേക്കോ ഷിയാക്കളിലേക്കോ പോകണമെങ്കിൽ പഠിക്കണമല്ലോ. അതാണ് യഥാർത്ഥ ദീനെന്ന് ബോധ്യപ്പെടണമല്ലോ. അപ്പോൾ എതിലേക്ക് പോയാലും പെടും. എന്നാൽ പാരമ്പര്യമായി, അതാണ് പോയിന്റ്, പാരമ്പര്യമായി കൈമാറി വന്ന ദീൻ, അതാണ് സമസ്ത മതം. മുക്കം ഫൈസിയുടെ ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത, ആ സമസ്തയാണ് എന്നാ വാദിച്ചത്. ബാക്കിയെല്ലാം പിഴച്ചതാണ് എന്നാ പറയുന്നത്. സഹോദരങ്ങൾ, ഇംഗ്ലീഷ് സ്ക്രീനിൽ ശരിക്കും ശ്രദ്ധിച്ചോ. ഇവിടെ നിങ്ങൾ കാണുന്നത് സുന്നി വോയിസ് വാരികയാണ്. 1978 ഫെബ്രുവരി 10. ഇതിലൊരു ലേഖനമുണ്ട്. എന്താണ് ലേഖനം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരെയും കവർച്ച ചെയ്തിട്ടില്ല. എഴുതുന്നത് ആരാണ്? എഴുതുന്നത് മുക്കം ഫൈസിയുടെ ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്തയുടെ പ്രസിഡന്റ് കണ്യത്ത് അഹമ്മദ് മുസ്ലിയാർ. ഈ സമസ്ത മതത്തിന്റെ പരമ്പരയുണ്ടല്ലോ, ആ പരമ്പരയിൽപ്പെട്ട ഒരു മുസ്ലിയാർ പറഞ്ഞ ഒരു വാദത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എന്താണ് അദ്ദേഹം പറഞ്ഞ കാര്യം? ആരാണ് ഈ പറയപ്പെടുന്ന പണ്ഡിതൻ? പരമ്പരയിൽപ്പെടുന്ന പണ്ഡിതൻ ആരാണ്? സദഖത്തുല്ലാ മൗലവി. സനത് വേണോ ചോദിച്ചാൽ കാണിച്ചു തരും. ഇദ്ദേഹത്തിന്റെ സനത് ചോദിച്ചാൽ ഞങ്ങൾ കാണിച്ചു തരും. എന്താണ് ഇദ്ദേഹം പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും ബദറിലേക്ക് പുറപ്പെട്ടത് ധനസമ്പാദനത്തിന് വേണ്ടി വഴിയാത്രക്കാരെ കവർച്ച ചെയ്യാനാണെന്ന് സദഖത്തുല്ലാ മൗലവി എഴുതിയതിൽ ഞാൻ അത്ഭുതപ്പെടുന്നു എന്ന് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറയുമ്പോൾ നിങ്ങളുടെ സമസ്ത മതത്തിന്റെ പരമ്പര എവിടെ എത്തി നിൽക്കുന്നു? നിങ്ങളുടെ സമസ്ത മതത്തിന്റെ പരമ്പര എവിടെ എത്തി നിൽക്കുന്നു? കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ എന്നറിയപ്പെടുന്ന നിങ്ങളുടെ സമസ്തയുടെ പ്രസിഡന്റ്, ഏത് സമസ്തയുടെ? ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്ന് പറഞ്ഞ ആ സമസ്തയുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ, നിങ്ങളുടെ ആ സമസ്ത മതത്തിന്റെ പ്രസിഡന്റ് പറഞ്ഞ ഈ പറയുന്ന സദഖത്തുല്ലാ മുസ്ലിയാർ നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ടതല്ലേ? നിങ്ങളുടെ പാരമ്പര്യം എവിടെ? നിങ്ങളുടെ പാരമ്പര്യം എവിടെ? ഈ സദഖത്തുല്ലാ മൗലവി ഇത് തിരുത്തിയിട്ടുണ്ടോ? ഈ പറയുന്ന കള്ളക്കഥ തിരുത്തിയിട്ടുണ്ടോ? ഈ കൊടും ചതി തിരുത്തിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളത് കാണിക്കണം. മനസ്സിലായല്ലോ? നിങ്ങളുടെ പണ്ഡിത പരമ്പരയിൽപ്പെട്ട ഒരു വിദ്വാൻ എഴുതി വെച്ചതാണിത്. നിങ്ങൾക്ക് എന്റെ പരമ്പരയുണ്ടല്ലേ? അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെട്ട മതമാണല്ലേ സമസ്ത മതം. ഇവിടെ തീർന്നോ? ഇല്ല, അടുത്തത് കേട്ടോ. എന്താണ് അടുത്തത്? ഒരു കാഫിറാക്കൽ പ്രഖ്യാപനമാണ്. എന്താണ് കാഫിറാക്കൽ പ്രഖ്യാപനം? ഖുർആൻ പരിഭാഷ എഴുതിയ കൂറ്റനാട് മുസ്ലിയാർ, അദ്ദേഹവും നിങ്ങളുടെ ആരാണ്? ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ആരാണ് ഈ പറയുന്ന കൂറ്റനാട് മുസ്ലിയാർ എന്ന്? സഹോദരങ്ങൾ, നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് എന്താണ്? സുന്നത്ത് ജമാഅത്തിന്റെ ജിഹ്വ സിറാജേ. ആ സിറാജിൽ എന്താ പറയുന്നത്? കൂറ്റനാടിന്റെ അവസരവാദം നിർത്താറായില്ലേ എന്ന് പറഞ്ഞ ഒരു ലേഖനത്തിൽ എന്താണ് അതിൽ കൊടുക്കുന്നത്? ശരിക്കും ശ്രദ്ധിച്ചോ. ഇവര് ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്തയുടെ വാദം സെക്രട്ടറി എന്താ പറയുന്നത് എന്ന് കേട്ടോ. ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചത് ഞങ്ങൾ ഇന്നും മറന്നിട്ടില്ല. എന്ത്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദും കാഫറുമായിട്ടുണ്ടെന്നും സമസ്ത സെക്രട്ടറി ഫത്വ പുറപ്പെടുവിച്ചു. ആ ഫത്വ കീറിക്കളഞ്ഞോ? അദ്ദേഹം മുസ്ലിമായോ? ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം എന്നതിന് പകരം ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്ന ഒരു പരിഭാഷപ്പെടുത്തലിലൂടെ ഇദ്ദേഹം ചെയ്തു വെച്ചത് തോന്നിവാസമല്ലേ? ആ തോന്നിവാസ പ്രകാരം കൂറ്റനാട് മുസ്ലിയാരിന്റെ അതേ ഹുക്കുമ് തന്നെയല്ലേ ഇദ്ദേഹത്തിന് വരിക? അതേ ഹുക്കുമ് തന്നെയല്ലേ വരിക? അദ്ദേഹം ആരാണിരുന്നു സമസ്തക്ക് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? മുക്കം ഫൈസി ഉസ്താദെ, ഇതാണോ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം? നിങ്ങളുടെ സമസ്ത മതമാണോ അള്ളാഹുവിങ്കിൽ സ്വീകാര്യമായ മതം? തീർന്നോ? ഇനി അടുത്തത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നാലെണ്ണത്തിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഞങ്ങൾക്ക് അസൂയയാണല്ലേ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെച്ച അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ഒരു ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ എന്നതുപോലെ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. ആരെക്കുറിച്ച്? നിങ്ങളുടെ
APEK സമസ്തക്കാരുടെ ഔലിയ ഉണ്ടല്ലോ, ആര്? ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാർ. നിങ്ങൾ നേരത്തെ പറഞ്ഞ 4 ടീമിനും ഔലിയാണല്ലോ. അതല്ലാത്ത ഈ പന്നിപ്പേറ് കണക്കെ കാക്കത്തുള്ള 1000 ഗ്രൂപ്പുകൾക്കും ഔലിയാണല്ലോ ചിറ്റടി മീത്തൽ അബൂബക്കർ മുസ്ലിയാര്. മജുദൂബായ ഷെയ്ഖേ, പ്രാന്തനായ ഷെയ്ഖേ, ആ പ്രാന്തനായ ഷെയ്ഖ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, അതിനെക്കുറിച്ച് AP സമസ്തയുടെ ഒരു ഷെയ്ഖ് ഉണ്ടല്ലോ, ഒരു ഔലിയ ഉണ്ടല്ലോ, ആര്? ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങൾ. അദ്ദേഹം പറഞ്ഞു തന്നല്ലോ. എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഒരു ഔലിയ ഉണ്ടല്ലോ ഷംസുലുലമ, ആ ഷംസുലുലമയെ കുറിച്ച് എന്താണ് പറഞ്ഞത്? കഫറാ കഫറാ. നിങ്ങൾ മാപ്പ് കൊടുത്തോ? ഇപ്പോഴും നിങ്ങൾ ഈ നിമിഷം വരെ മാപ്പ് കൊടുത്തോ? അതിനെക്കുറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചോദ്യം ചെയ്തില്ലേ? എന്താണ് ചോദ്യം ചെയ്തത്? നാട്ടികവി മൂസ മുസ്ലിയാർ എന്ന് പറയുന്ന നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് വഹാബിയല്ലല്ലോ, മൗദൂദിയല്ലല്ലോ, തബ്ലീഗാരനല്ലല്ലോ, നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആള് തന്നെയായിരുന്നല്ലോ. നിങ്ങളുടെ വലിയ പണ്ഡിതനായിരുന്നല്ലോ, വലിയ പ്രഭാഷകനായിരുന്നല്ലോ. ആര്? നാട്ടികവി മൂസ മുസ്ലിയാര്. അദ്ദേഹം എന്താ പറഞ്ഞത്? ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളോട് ചോദിച്ചത് എന്താണ്? എന്റെ പൊന്നു തങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചത് എന്താണ്? ഹക്കിന്റെ മേൽ ഉറച്ചു നിൽക്കണമെന്ന് പറഞ്ഞാൽ അതിനുശേഷം വരുന്ന കഫറക്ക് എന്താണ് അർത്ഥം പൊന്നു തങ്ങളെ എന്നല്ലേ ചോദിച്ചത്? അല്ലേ മുക്കം ഫൈസി? ഞങ്ങളാണോ ഇവിടെ നിങ്ങൾക്ക് ഇടയിൽ തിരിപ്പുണ്ടാക്കിയവർ? ഞങ്ങളാണോ നിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കിയവർ? നിങ്ങൾ ഞങ്ങളെ എതിർക്കാൻ വേണ്ടി തന്നെയാണ് സമസ്ത മതം എന്ന് പറയുന്ന ഈ മതം രൂപീകരിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ ശിർക്കിലേക്കും കുഫറിലേക്കും സമൂഹത്തെ നയിക്കാൻ വേണ്ടി തന്നെയാണ് സമസ്ത മതം എന്ന് പറയുന്ന ഈ മതം രൂപീകരിച്ചത് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിയാക്കന്മാരെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടിയല്ല സമസ്ത മതം രൂപീകരിച്ചത്. പിന്നെ എന്തിനാണ്? ശുദ്ധമായ ആശയങ്ങൾ പഠിപ്പിക്കുവാനും ഇസ്ലാമിക ആശയങ്ങൾ പഠിപ്പിക്കുന്നവരെ തകർക്കുവാനും വേണ്ടിയാണ് സമസ്ത മതം രൂപീകരിച്ചത് എന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മുക്കം ഫൈസിയോട് തന്നെ ഒരു കാര്യം ചോദിക്കാം. നമ്മളിപ്പോ ഉള്ളാളം കുഞ്ഞിക്കോയ തങ്ങളുടെ കഥ കേട്ടു, അതുപോലെ തന്നെ ഖുർആൻ പരിഭാഷയുമായി ബന്ധപ്പെട്ട് അവർ പറഞ്ഞ ഫത്വ കേട്ടു. ഇനി നമുക്ക് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച് മുക്കം ഫൈസിയോട് തന്നെ ചോദിക്കാം. ഇവിടെ നമ്മളാണ് തിരിപ്പുണ്ടാക്കുന്നത്, നമ്മളാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ മുക്കം ഫൈസി തന്നെ പറഞ്ഞു തരും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കുറിച്ച്. സൂഫി സമ്മേളനം എന്ന് പറഞ്ഞൊരു സമ്മേളനം നടത്തി, മോഡിയാണ് നടത്തിയത്. സൂഫി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആത്മീയതയിൽ അത്യുന്നതയിൽ നിൽക്കുന്നവരാ. ആത്മീയതയാണ് ഇസ്ലാം, അതിൽ നിന്ന് അത്യുന്നത പദവിയിൽ നിൽക്കുന്നവർക്കാണ് സൂഫികൾ എന്ന് പറയുന്നത്. വളരെ സൂക്ഷ്മ ജീവിതം, ഒരു മോശവുമില്ലാത്ത, ഒരു കളവ് പറയാത്ത, ഒരു വക്രമായൊരു വഴിയിൽ കടക്കാതെ ചിന്തിക്കാത്ത, ഒരു മോശമായൊരു ചിന്ത പോലും ഇല്ലാത്ത ആളുകളാണ് സൂഫികൾ. അവരുടെ സമ്മേളനം നടത്തിയത് മോഡിയാണെന്ന് പറയുമ്പം ആ മോഡിയുടെ സമ്മേളനത്തിൻ്റെ നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്കറിയാലോ. അതിൽ പങ്കെടുത്തത് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പങ്കെടുത്ത വലിയ ഒരാൾ AP ആണ്, കാന്തപുരാണ്. അദ്ദേഹത്തിൻ്റെ കുറച്ച് ആളുകളുമാണ് പങ്കെടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കുന്നത് എല്ലാ കാലത്തും ഒറ്റുകാരുണ്ടായിട്ടുണ്ട്. ഓരോ സംഘടനക്കും രാജ്യത്തിനും ഒക്കെ ഒറ്റുകാരെന്ന് പറഞ്ഞൊരു കൂട്ടരുണ്ടായിട്ടുണ്ട്. അതിൽപ്പെട്ട തനിക്ക് ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യാം, ഇസ്ലാമിനെ തകർത്താലും വേണ്ടില്ല എന്ന നിലപാടിൽ കൂടെ പോകുന്ന ഒരാളായിട്ട് അദ്ദേഹത്തെ കാണാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിന് ഒരുപാട് സംഭാവനകളോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങളോ ഒക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അതിപ്പോൾ ആരാണെങ്കിലും തരും. ഒരു ശത്രുപക്ഷത്ത് കൂടിയാൽ ശത്രുക്കൾ സഹായിക്കും, അത് തീർച്ചയാണ്. അത് ഇസ്ലാമിൻ്റെ ശത്രുക്കളെ സഹായത്തിന് വേണ്ടി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഈമാനുള്ളവർക്ക് അല്ലെങ്കിൽ വിശ്വാസം ശുദ്ധവിശ്വാസമുള്ളവർക്ക് യോജിച്ചതായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി പോലും അദ്ദേഹം മാറ്റിവെച്ചു എന്ന് പറയാം. അദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹം തൽക്കാലം മാറ്റിവെച്ചു. അദ്ദേഹത്തിൻ്റെ ചില തുച്ഛമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ശാശ്വതമായ നേട്ടത്തെ പോലും കളഞ്ഞു കുളിക്കാൻ അദ്ദേഹം തയ്യാറായി. ആ നിലപാടാണ് അദ്ദേഹം ഇന്നും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും വളരെ വസ്തുതയാണ്. ഇപ്പോൾ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. ഇന്നിപ്പം BJP ഒക്കെ വളരെ കടുത്ത നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ അദ്ദേഹം എന്ത് നിലപാട് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അജ്ഞാതമാണ്. അദ്ദേഹത്തിന് നല്ല ബോധം ദൈവം കൊടുക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. പ്രസ്ഥാനങ്ങൾ വളർത്തുന്നതിന് തെറ്റില്ല. ആ പ്രസ്ഥാനത്തിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്നുള്ളതിലാണ് നോക്കേണ്ടത്. പ്രസ്ഥാനം ഓരോരുത്തരുണ്ടാക്കുന്നത് വളർത്താൻ അവൻ നോക്കണം എന്നുള്ളതാണ്. എന്നാൽ അദ്ദേഹം ഗ്രാൻഡ് മുഫ്തി ഗവൺമെൻറ് അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നിടത്ത് തന്നെ നമ്മൾ തിരുത്തൽ വേണം. ഗ്രാൻഡ് മുഫ്തി എന്ന് പറയുന്നത് ഡൽഹിയിൽ അതിനൊരു സംവിധാനമുണ്ട്. ആരാണത് മുഫ്തിയാക്കേണ്ടത് എന്നുള്ള ഒരു സംവിധാനം പണ്ട് കാലത്ത് പാരമ്പര്യമായി പോരുന്നതാണ്. അതിനെ ലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹം
സ്വയം പ്രഖ്യാപിച്ച് പത്രങ്ങളിൽ കൊടുത്ത ഒരു വ്യാജ വാർത്തയാണത് എന്നുള്ളതാണ്. വ്യാജ വാർത്ത എന്ന് പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ആൾക്കാരെ കൂട്ടി ഫോട്ടോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കാം എന്നല്ലാതെ അതിൻ്റെ ചെയ്യേണ്ട ആളുകൾ, ആ സംഗതി നിർവഹിക്കേണ്ട അല്ലെങ്കിൽ ആ സ്ഥാനാരോഹണം നടത്തേണ്ട ആളുകൾ ആരാണോ അവരല്ല ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. ഉടനെ തന്നെ ഒരു മാസത്തിന് ശേഷം അവിടുത്തെ യഥാർത്ഥ പാരമ്പര്യമായിട്ട് അങ്ങനെ ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിക്കുന്ന ആളുകൾ കൂടിക്കൊണ്ട് ഔദ്യോഗികമായിട്ട് അവരുടെ ഗ്രാൻഡ് മുഫ്തിയെ നിശ്ചയിച്ചതായിട്ട് നമുക്കറിയാൻ സാധിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചില്ലേ. എന്നിട്ടും ഇദ്ദേഹം ആ ഒരു ഉളുപ്പില്ലാത്ത രൂപത്തിൽ അദ്ദേഹം ഇങ്ങനെ ഞാൻ ഗ്രാൻഡ് മുഫ്തിയാണെന്ന് പറഞ്ഞ് നടക്കുന്നു എന്നല്ലാതെ അതിനെ ആ വിഭാഗം അംഗീകരിക്കുന്നേ ഇല്ല. പിന്നെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു പരിഹാസ്യനായി എന്നല്ലാതെ അതിനെ സംബന്ധിച്ച് വേറെന്ത് പറയാനാ. പിന്നെ മോഡി അംഗീകാരം കൊടുത്തെന്ന് ഇപ്പം നിങ്ങൾ പറയുമ്പോൾ ഞാൻ കേൾക്കുകയാണ്. അങ്ങനെ അംഗീകാരം കൊടുത്തായിട്ടും എവിടെയും വന്നിട്ടില്ല. ഈ കൊടുത്താലും അത്ഭുതപ്പെടാനില്ലല്ലോ. നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റുകാർക്ക് സമ്മാനങ്ങൾ കൊടുക്കുമല്ലോ, ആ കൊടുക്കുന്ന കൂട്ടത്തിലാണെന്ന് വെച്ചാൽ മതി. നേതൃത്വം ശരിയല്ലാത്തത് കൊണ്ടും നേതൃത്വത്തിൻ്റെ വളവ് കൊണ്ടാണല്ലോ അദ്ദേഹത്തെ തന്നെ പുറത്താക്കിയത്. അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാർ, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരാണ് അദ്ദേഹത്തെ പുറത്താക്കിയത്. ഇപ്പം സമസ്തയുടെ പ്രസിഡൻ്റായിരുന്ന കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം ഇവിടുത്തെ എല്ലാ പണ്ഡിതന്മാരുടെയും ഇതിൻ്റെ ജനറൽ സെക്രട്ടറി AK അബൂബക്കർ മുസ്ലിയാരുടെ അടക്കമുള്ള ഉസ്താദാണ്, ഗുരുനാഥനാണ്. അവർ AK അബൂബക്കർ മുസ്ലിയാറാണെങ്കിൽ AP അബൂബക്കർ മുസ്ലിയാരുടെ പല ഉസ്താദന്മാരുടെയും ഉസ്താദാണ്. AP അബൂബക്കർ മുസ്ലിയാരൊക്കെ എത്രയോ പിന്നിലെ തലമുറയിൽപ്പെട്ട ആളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം നോക്കിയാൽ അവരുടെ ശിഷ്യനൊക്കെ ആയിട്ടാണ് വരുന്നത്. ആ നിലക്ക് പിന്നെ ഉസ്താദന്മാരെ, ഗുരുനാഥന്മാരുടെ കുരുത്തക്കേട് എന്ന് പറയാണ്ട് നമ്മൾ അത് വാങ്ങി അവരെ സംഘടനയിൽ പിളർപ്പുണ്ടാക്കി പുറത്ത് ചാടിയ ആളാണ് അദ്ദേഹം. അതോടുകൂടെ തന്നെ അവർക്കെതിരെ കേസ് കൊടുക്കുകയും അതുപോലെ പല മഹല്ലുകളിലും കുഴപ്പമുണ്ടാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാണ്. എത്രയോ മഹല്ലുകളിൽ അടിപിടികൾ നടന്നു, അതുപോലെ പിടിച്ചടക്കൽ നടന്നു, സ്ഥാപനം പൂട്ടിച്ചു, കൊലപാതകങ്ങൾ വരെ നടന്നു. ഇതിനൊക്കെ ഉത്തരവാദി അദ്ദേഹം തന്നെയാണ്. ഇവിടെ അതിനു മുമ്പും ആദർശപരമായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ടായിട്ടുണ്ട്. മുജാഹിദ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിട്ടുണ്ട്, അതുപോലെ പല സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ഉണ്ടാക്കിയിട്ട് അവരുടെ വഴിക്ക് പോകാമെന്നല്ലാതെ ഇങ്ങനെ നാട്ടിൽ ഇത്ര നാശം വിതച്ച ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോയത് ഇദ്ദേഹം മാത്രമാണ്. അതിപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു. അതിന് കൂട്ടുപിടിക്കാൻ പറ്റിയവരൊക്കെ ഇസ്ലാമിൻ്റെ ശത്രുക്കളാണെങ്കിൽ പോലും അവരൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അനുയായികളെന്ന് പറയുന്ന ചെറുപ്പക്കാരായ പണ്ഡിതന്മാരായി നടക്കുന്ന അവരുടെയൊക്കെ പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ തന്നെ യാതൊരു പ്രതിപക്ഷ ബഹുമാനവും ഇല്ലാത്ത, നീതീകരമല്ലാത്ത പലതും അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. കേട്ടില്ലേ സഹോദരങ്ങളെ? നമുക്കൊന്നുകൂടെ ഒന്നിക്കാന്നാ പറഞ്ഞത്, നമുക്കൊന്നുകൂടെ ഐക്യപ്പെടാം. എന്നിട്ട് ഐക്യപ്പെടേണ്ട ടീമിനെ കുറിച്ചായി പറയുന്നത്, കാന്തപുരത്തെ കുറിച്ചാ പറഞ്ഞത്. അയാള് ചാരനാണ് എന്ന് മനസ്സിലായല്ലോ, ഒറ്റുകാരനാണ് എന്ന്. എങ്ങനെയുണ്ട് ഇതേ കാര്യം ഇതേപോലെ ജൂതചാരനാണോ എന്ന് ന്യായമായി സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? അമ്പലക്കടവ് ഹമീദ് ഫൈസി പറയുന്നത് കേട്ടു നോക്കൂ. ജൂതന്മാരുടെ ഒരു ചാരനായി മുസ്ലിം സംഘടിത സമൂഹത്തെ ഭിന്നിപ്പിക്കാനും മുസ്ലിങ്ങൾ വോട്ട് ഭിന്നിപ്പിക്കാനും അതുവഴി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തി രാജ്യത്ത് കലാപം സൃഷ്ടിക്കാനുള്ള മോഡിയുടെ നീക്കത്തിന് പിന്നിൽ പ്രത്യേകിച്ചും അമേരിക്കയും ഇസ്രായേലും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന വാർത്ത വരുമ്പോൾ അതിൻ്റെ ഒരു ഏജന്റായി കാന്തപുരം പ്രവർത്തിക്കുന്നുവോ എന്ന് ന്യായമായും സംശയിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. കേട്ടില്ലേ സഹോദരങ്ങളെ? ഇവരാണ് അള്ളാഹുവിങ്കിൽ സ്വീകരിക്കപ്പെട്ട മതത്തിന്റെ ആൾക്കാർ. ഏതാണ് മതം? ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത. ഇന്നദ്ദീന ഇൻദല്ലാഹി സമസ്ത എന്നല്ല പറയേണ്ടത്. ഇവിടെ അള്ളാന്റെ പേരിന് സ്ഥാനത്ത് നിങ്ങൾക്ക് പറയാനുള്ളത് ദജ്ജാല് എന്നോ കസ്സാബ് എന്നോ ആണ്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി യഖൂനു ഫി ആഖിറിസ് സമാനി ദജ്ജാലുന കസ്സാബുന എന്ന് പറയുന്ന ഹദീസ് വായിച്ചുകൊണ്ട് അർത്ഥം പറയുന്നത് കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഈ മുക്കം ഫൈസിയെ പോലെയുള്ള ദജ്ജാലുകളാണ് ഈ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഫിത്ന എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പഠിപ്പിച്ചു, യകൂനു ഫി ആഖിറിസ് സമാനി ദജ്ജാലുന കദ്ദാബൂൻ. അന്ത്യനാളിൽ കബളിപ്പിക്കുന്നവർ വരും, ധാരാളം കളവ് പറയുന്നവർ വരും. അവർ നിങ്ങളുടെ മുൻഗാമികൾ കേൾക്കാത്ത ആശയങ്ങൾ പറയും. യതൂനകും മിനൽ അഹാദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉക്കും.
ഇയ്യാക്കും വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കണം. ലയുദില്ലൂനക്കും വലാ യഫ്തിനൂനക്കും അവർ നിങ്ങളെ പിഴപ്പിച്ചു കളയരുത്, നിങ്ങളെ ഈമാൻ നഷ്ടപ്പെടുത്തരുത്. ഈ സമൂഹത്തിനിടയിൽ ഇത്തരം ഫിത്നകൾ പ്രചരിപ്പിക്കുന്ന പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക. അള്ളാഹുവിങ്കിൽ തൃപ്തിപ്പെട്ട മതമാണ് സമസ്ത മതം എന്ന് ഒരു ഉളുപ്പുമില്ലാതെ അള്ളാഹുവിന്റെ ആയത്ത് തന്നെ പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് പുരോഹിതൻ പറഞ്ഞു വെക്കുമ്പോൾ ഈ സമസ്ത മതം സമൂഹത്തിന്റെ മുന്നിൽ വെച്ചിട്ടുള്ള ആശയം അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ദീനുമായി വല്ല ബന്ധവുമുണ്ടോ എന്നൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നാണമില്ലാതെ പറയുന്നു ഇത് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാണ് എന്ന്. ഏത് മതം? സമസ്ത മതം. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ദീനുമായി ഒരു രീതിയിലുള്ള ബന്ധവും പോലും ഇല്ലാത്ത സമസ്ത മതം എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാകുക? എങ്ങനെയാണ് അള്ളാഹു തൃപ്തിപ്പെട്ട മതമാകുക? നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ശിർക്കും കുഫറും കലർന്ന വിശ്വാസമാണ് സമൂഹത്തിന്റെ മുന്നിൽ ഈ പുരോഹിത വർഗം പറഞ്ഞു വെക്കുന്നത്. അതിലൂടെ സമൂഹത്തെ നയിക്കുന്നത് നരകത്തിലേക്കാണ്. സ്വർഗം ലഭിക്കണമെന്ന ആഗ്രഹം തന്നെ ഇവർക്കില്ല. മനസ്സിലായല്ലോ? അങ്ങനെയാണല്ലോ മുക്കം ഫൈസ് നേരത്തെ പറഞ്ഞു വെച്ചത്. സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിപാടിയൊന്നും ഇവർക്കില്ല. നേരായ പാതയിൽ, ചൊവ്വായ പാതയിൽ എത്തിക്കണം. ഏതാണ് ഈ ചൊവ്വായ പാദം? ചൊവ്വായ പാദം ഏതാണ്? ഈ പുരോഹിതന്മാർ. ഏത് പുരോഹിതന്മാർ? ഈ ശിർക്കും കുഫറും സമൂഹത്തിന്റെ മുന്നിൽ പ്രചരിപ്പിക്കുവാൻ വേണ്ടി സമസ്ത മതം രൂപീകരിച്ച പുരോഹിത വർഗം. ആ വർഗത്തിന്റെ പാതയിലേക്ക് ഞങ്ങളെ നീ വഴി നടത്തണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. സ്വർഗം ലഭിക്കണമെന്നല്ല. മഹാനായ നമ്മുടെ നേതാവ് മുത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന യഥാർത്ഥ ദീനിൽ, യഥാർത്ഥ വിശ്വാസത്തിൽ നമ്മൾ എത്തിക്കണമേ എന്നല്ല, സമസ്ത മതത്തിൽ എത്തിക്കണേ എന്നാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഗൗരവത്തോടെ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരമുള്ള വിവരക്കേടുകൾ എഴുന്നള്ളിക്കുന്ന പുരോഹിതന്മാരെ നാം തിരിച്ചറിയുക. സമൂഹത്തിനിടയിൽ, മുസ്ലിം സമുദായത്തിനിടയിൽ ഏറ്റവും വലിയ ഫിത്നയാണ് ഉമർ ഫൈസിയെ പോലെയുള്ള ആളുകൾ. ഇദ്ദേഹത്തിന്റെ പല പ്രവർത്തനങ്ങൾ നിങ്ങൾ പരിശോധിച്ചു നോക്കിക്കോ. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇവരുടെ സംഘടനാ പ്രവർത്തനം ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തേണ്ട ആവശ്യമേ ഇല്ല. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു സമസ്ത മതം, അത്ര മനസ്സിലാക്കിയാൽ മതി. സഹോദരങ്ങളെ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.